ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പാർട്ട് 2 അഡാപ്റ്റേഷൻസും പിന്നെ ഹാബിറ്റേറ്റ്സും ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സും ലാർജ് എക്കോസിസ്റ്റംസും ആണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രോഗ്, കാമൽ, പെൻഗിൻ, വാട്ടർ ലില്ലി, കങ്കാരു റാറ്റ് എന്നിവയുടെ അഡാപ്റ്റേഷൻസും ഫീച്ചേഴ്സും നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. Plants and animals have body features that help them survive in the specific environments. Any body features that helps an organism survive in its environment is called adaptation. അതായത് ഓരോ ജീവികളും പല സ്ഥലങ്ങളിലായിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഡെസേർട്ടിൽ ജീവിക്കുന്നവരുണ്ട്, പോണ്ടിൽ ജീവിക്കുന്നവരുണ്ട്, സീയിൽ ജീവിക്കുന്നവരുണ്ട്, പോളാർ റീജിയനിൽ ജീവിക്കുന്നവരുണ്ട്. അതായത് മരുഭൂമിയിൽ, പുഴകളിൽ, പിന്നെ കാടുകളിൽ, പിന്നെ മഞ്ഞുള്ള പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരാണ് പല ജീവികളും. ഈ ജീവികൾക്കൊക്കെ ആ ഒരു പ്രദേശത്ത്, അതായത് മരുഭൂമിയിലോ അല്ലെങ്കിൽ പുഴയിലോ എവിടെയാണെന്ന് വെച്ചാൽ ആ ഒരു പ്രദേശത്ത് ജീവിക്കാൻ ആവശ്യമായ ഫീച്ചേഴ്സ് അവരുടെ ശരീരങ്ങളിലുണ്ട്. ജീവികളുടെ ഫീച്ചേഴ്സ് അല്ല, റിവറിൽ ജീവിക്കുന്ന ജീവികളുടെ ഫീച്ചേഴ്സ്. ആ ഒരു ഫീച്ചേഴ്സ് കൊണ്ടാണ് ആ ഒരു പ്രദേശത്ത് അവർക്ക് ജീവിക്കാൻ വേണ്ടി കഴിയുന്നത്. ആ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട്, സ്പെഷ്യൽ ഫീച്ചേഴ്സ്. ഇതിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇഫ് എനി ബോഡി ഫീച്ചേഴ്സ് ഹെൽപ്സ് ആൻ ഓർഗാനിസം സർവൈവ് ഇൻ ഇറ്റ്സ് എൻവയോൺമെന്റ് ഇസ് കോൾഡ് അഡാപ്റ്റേഷൻ. ഇപ്പൊ ഡെസേർട്ടിൽ ജീവിക്കുന്നത് ആരാണ്? കേമൽ. കേമലിന്റെ ഇതെല്ലാം റിവറിൽ അല്ലെങ്കിൽ പോണ്ടിലൊക്കെയുള്ള ഫിഷിന്റെ ഫീച്ചേഴ്സ് നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ പഠിച്ചു. ഫിഷിന് നമ്മള് പുഴയിൽ മാത്രമേ അതിന്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ, സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ വെള്ളത്തിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ ഫീച്ചർ വെച്ചിട്ട്. അതിനെ കൊണ്ടുപോയിട്ട് ഡെസേർട്ടിൽ ഇട്ടാൽ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ആ ഒരു ഫിഷിന്റെ ബോഡി ഫീച്ചേഴ്സ് അങ്ങനെയാണ് ഉള്ളത്. ഇനി ഡെസേർട്ടിലുള്ള ക്യാമലിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ബോഡിയിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വ്യത്യസ്തമാണ്. ആ ഒരു ഡെസേർട്ടില് സർവൈവ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ആണ് ആർക്കുള്ളത്? ക്യാമലിനുള്ളത്. ഇതാണ് അഡാപ്റ്റേഷൻ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ എല്ലാത്തിൻ്റെയും ഇപ്പോൾ അഡാപ്റ്റേഷൻസ് ഉള്ളത് വെറും ഓർഗാനിസംസിന് മാത്രമല്ല, പ്ലാന്റ്സിനും ഒക്കെ അഡാപ്റ്റേഷൻസ് ഉണ്ട്. നമുക്കിതിലൂടെ ഏതിൻ്റെയൊക്കെ അഡാപ്റ്റേഷൻസ് നോക്കാം. ഫ്രോഗ്, വാട്ടർ ലില്ലി, ക്യാമൽ, പെൻഗ്വിൻ, പിന്നെ കങ്കാരു റാറ്റ്, ഇതിൻ്റെയൊക്കെ അഡാപ്റ്റേഷൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ ഇതൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളത്. അഡാപ്റ്റേഷൻസ്, ഓരോ ജീവികളുടെ അഡാപ്റ്റേഷൻ എന്താണെന്നുള്ളതും ആണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് ഓരോ ജീവികളുടെയും അഡാപ്റ്റേഷൻസ് നോക്കാം. നമുക്ക് ആദ്യം ഫ്രോഗിന്റെ അഡാപ്റ്റേഷൻ നോക്കാം. ഫ്രോഗിന്റെ അഡാപ്റ്റേഷൻ, ഫസ്റ്റ് വൺ, സ്വോളൻ ഐസ് ഫോർ എ വൈഡർ ഫീൽഡ് ഓഫ് വിഷൻ. എങ്ങനത്തെ ഐസാണ് ഫ്രോഗിനുള്ളത്? സ്വോളൻ ഐസ്, വീർത്ത കണ്ണുകൾ. എ വൈഡർ ഫീൽഡ് ഓഫ് വിഷൻ, നന്നായിട്ട് കാണാൻ, ഈ ഒരു കണ്ണ് വെച്ചിട്ട് നന്നായിട്ട് കാണാൻ നല്ല കാഴ്ച ശക്തിയുള്ള ഒരു വീർത്ത കണ്ണുകളാണ് ഫ്രോഗിനുള്ളത്. രണ്ടാമത്തതെയോ, അബിലിറ്റി ടു ബ്രീത്ത് ത്രൂ ദ സ്കിൻ ആൻഡ് ലങ്സ്. സ്കിന്നിലൂടെയും ലങ്സിലൂടെയും അവർക്ക് ശ്വസിക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അതിന് ശ്വസിക്കാൻ വേണ്ടി സാധിക്കും. ഇനി മൂന്നാമത്തത് സ്കിൻ കണക്റ്റഡ് ലെഗ്സ് ആണ്. അതിന് വെള്ളത്തിലൂടെ നീന്താൻ ആവശ്യമായിട്ട് അതിൻ്റെ സ്കിന്നിനോട് ചേർന്നിട്ട് അതിൻ്റെ കാലുകൾ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രോഗിൻ്റെ അഡാപ്റ്റേഷൻസ്. നമുക്കിനി രണ്ടാമത്തേത് നമ്മുടെ വാട്ടർ ലില്ലിയാണ്. വാട്ടർ ലില്ലിക്ക് ലാർജ് ഫ്ലാറ്റ് ഫ്ലോട്ടിംഗ് ലീവ്സ് ആണുള്ളത്. രണ്ടാമത്തേത് ഫ്ലെക്സിബിൾ സ്റ്റെം ടു അവോയ്ഡ് ഡാമേജ്. കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ അതിന് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്റ്റെം എന്താണ്? തണ്ടുകളുണ്ട്. തേർഡ് വൺ, എയർ ചേമ്പേഴ്സ് ഫോർ buoyancy ആൻഡ് ഓക്സിജൻ സപ്ലൈ. അവർക്ക്
ഓക്സിജൻ സപ്ലൈക്ക് വേണ്ടിയിട്ടൊക്കെ എയർ ചാമ്പേഴ്സ്, വായു അറകൾ ഈ ഒരു വാട്ടർ ലില്ലിക്ക് ഉണ്ട്. ഇനി നമുക്ക് 4th വൺ പെൻഗ്വിൻ്റെ നോക്കാം. വെൽ ഓർഗനൈസ്ഡ് ബോഡി ഷേപ്പാണ്. അതായത് ആ ഒരു പോളാർ റീജിയനിലാണ് നമ്മുടെ പെൻഗ്വിൻ ഉണ്ടാവുക. നല്ല തണുത്ത കാലാവസ്ഥയിലാണ് പെൻഗ്വിൻ ഉണ്ടാവുക. അതിനനുസരിച്ചിട്ടുള്ള തിക്ക് ഫെതേഴ്സും നല്ലൊരു ബോഡി ഷേപ്പുമാണ് പെൻഗ്വിനുള്ളത്. 2nd വൺ എബിലിറ്റി ടു ഡൈവ്, ഊളിയിടാനുള്ള കഴിവുണ്ട്. 3rd വൺ എ നോസ്ട്രിൽ ഫോർ ബ്രീത്തിങ് ആവശ്യമായിട്ടുള്ള നാസാരന്ധ്രങ്ങളും ഈ ഒരു പെൻഗ്വിനുണ്ട്. ഇനി നമ്മുടെ നോക്കുക അഡാപ്റ്റേഷൻ കങ്കാരു റാറ്റിൻ്റെയാണ്. 1st വൺ വെരി ഡീപ്പ് ബെറോസ് ടു സർവൈവ് ഹീറ്റ്. അതിൻ്റെ ബെറോസ് നല്ല ഡീപ്പാണ്, അതുകൊണ്ട് തന്നെ അതിന് ചൂടിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. ഈ ചൂട് മരുഭൂമിയിലാണ്, ഡെസേർട്ടിലാണ് കങ്കാരു റാറ്റും ഉള്ളത്. ലിവ് വിത്തൗട്ട് ഡ്രിങ്കിങ് വാട്ടർ. അതിന് എത്ര കാലം വേണമെങ്കിലും വെള്ളം കുടിക്കാതെ ജീവിക്കാൻ വേണ്ടി പറ്റും. അതിന് ഉള്ള വെള്ളം കിട്ടുന്നത് അത് കഴിക്കുന്ന ഫുഡിലൂടെയാണ്. ഗ്രെയിൻസ് അതൊക്കെയാണ് കഴിക്കുന്നത്, അതിൽ നിന്നുള്ള വെള്ളമാണ് അതിന് കിട്ടുന്നത്. എ പൗച്ച് ഇൻ ഹെർ ചീക്സ്. അതിൻ്റെ കവിളുകളിലായിട്ട് ഒരു പൗച്ചും ഉണ്ട്. ഇനി നമ്മൾ ക്യാമലിൻ്റെ അഡാപ്റ്റേഷനാണ് നോക്കാൻ പോകുന്നത്. 1 അബിലിറ്റി ടു സ്റ്റോർ വാട്ടർ. സ്റ്റോർ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുതുകിൽ നിങ്ങൾ കാണുന്നില്ലേ, അതൊരു ഈ ഒരു ചൂട് സമയത്തും, അതായത് ഈ ഒരു ക്യാമലിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മരുഭൂമിയിൽ എപ്പോഴും വെള്ളം കിട്ടണമെന്നില്ല. മരുഭൂമിയിലല്ലേ ക്യാമൽ ഉണ്ടാവുക. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം അതിൻ്റെ മുതുകിൽ ഒരു അറയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട്. അബിലിറ്റി ടു റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ. ഈ ഒരു മരുഭൂമിയിലെ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി അതിൻ്റെ ബോഡിക്ക് ഉണ്ട്. അബിലിറ്റി ടു വിസ്റ്റാൻഡ് സാൻഡ് സ്റ്റോംസ് എന്താണ്, ഈ ഒരു മണൽക്കാറ്റിൽ നല്ല അതിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ഇതും ക്യാമലിന്. അപ്പോൾ മക്കൾ കണ്ടല്ലോ എന്താണ് അഡാപ്റ്റേഷൻ എന്ന്. ഏതിൻ്റെയൊക്കെ അഡാപ്റ്റേഷൻസ് നമ്മൾ പഠിച്ചു? വാട്ടർ ലില്ലി, ഫ്രോഗ്, പെൻഗ്വിൻ, ക്യാമൽ, കങ്കാരു റാറ്റ്. അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ്, ഈ ഫീച്ചേഴ്സൊക്കെ കൊണ്ടാണ് അതിന് എവിടെ നിൽക്കാൻ പറ്റുന്നത്, അതിൻ്റെ ഓരോ ഹാബിറ്റേറ്റ്സിലും ജീവിക്കാൻ വേണ്ടി പറ്റുന്നത്, ആ ഒരു ബോഡി ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട്. അപ്പോൾ ഈ ഒരു 5 അഡാപ്റ്റേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഈ ഒരു പാഠത്തിൽ ഹാബിറ്റേറ്റ് ആണ്. ഈ ഒരു അഡാപ്റ്റേഷനും ഹാബിറ്റേറ്റും തമ്മിലൊക്കെ നല്ല കണക്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ അഡാപ്റ്റേഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് ഹാബിറ്റേറ്റ് എന്ന് നോക്കാം. ദ എൻവയൺമെൻറ്റ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലിവ്സ് ഇൻ ഇറ്റ്സ് ഹാബിറ്റേറ്റ്. എന്താ പറയുന്നത്? ഒരു ജീവി ജീവിക്കുന്ന അതിൻ്റെ സ്ഥലമാണ് അതിൻ്റെ ഹാബിറ്റേറ്റ്. ഒരു ജീവി എവിടെയാണോ ജീവിക്കുന്നത് ആ ഒരു ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് അതിൻ്റെ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. A habitat contains everything that the organism needs to survive. ആ ഓർഗാനിസത്തിന് അവിടെ ജീവിക്കാൻ അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ആവശ്യമുള്ളത്, ഇപ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ടാവും, ഭക്ഷണം, വായു, മറ്റ് അനുകൂലനങ്ങൾ ഒക്കെ ആ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഒരു ജീവി ജീവിക്കുന്ന അതിൻ്റെ സ്ഥലമാണ് അതിൻ്റെ ഹാബിറ്റേറ്റ്. നമ്മൾ നേരത്തെ കുറച്ച് ജീവികളുടെ പേര് പറഞ്ഞല്ലോ, ഓർഗാനിസം. ഇപ്പോൾ വാട്ടർ ലില്ലി, പിന്നെ ഫ്രോഗ്, അഡാപ്റ്റേഷൻസ് പറഞ്ഞില്ലേ, ക്യാമൽ, കങ്കാരു റാറ്റ്, ഇതിൻ്റെയൊക്കെ പെൻഗ്വിൻ, ഇതിൻ്റെയൊക്കെ അഡാപ്റ്റേഷൻസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഹാബിറ്റേറ്റ് എവിടെയാണ്? പെൻഗ്വിൻ്റെ ഹാബിറ്റേറ്റ് എവിടെയാണ്? പോളാർ റീജിയനിലാണ് അതിൻ്റെ ഒരു വാസസ്ഥലം. ആ ഫീച്ചേഴ്സ് വെച്ചിട്ട് അതിൻ്റെ ഹാബിറ്റേറ്റ് എവിടെയാണ്? പോളാർ റീജിയനാണ്. കങ്കാരു റാറ്റ് ഡെസേർട്ടാണ്, ക്യാമലും ഡെസേർട്ടാണ്. അതൊക്കെയാണ് ഹാബിറ്റേറ്റ്. ഇതൊക്കെ ഈ ജീവികളൊക്കെ ജീവിക്കുന്ന അതിൻ്റെ വാസസ്ഥലമാണ് ഹാബിറ്റേറ്റ്. ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥലം. ട്രീ, പിന്നെ ഫ്രോഗ് ഉള്ളത്, ഫ്രോഗും ഫിഷൊക്കെ ഉള്ളത് പോണ്ട്, റിവർ, അവിടെയൊക്കെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുന്നത്, ഹാബിറ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഹാബിറ്റേറ്റ്സ്. എന്തൊക്കെ? ഡെസേർട്ട്, പോളാർ റീജിയൻ, സീ, പോണ്ട്, ഫോറസ്റ്റ്. ഇതൊക്കെ ഓരോ ഹാബിറ്റേറ്റ്സ് ആണ്. ഓരോ ഹാബിറ്റേറ്റ്സ് ആണ്
ഇതൊക്കെ ഓരോ ജീവികളുടെയും ഹാബിറ്റേറ്റ്. ഇപ്പോൾ ഡെസേർട്ട് ഹാബിറ്റേറ്റിൽ നിങ്ങൾ കാണുന്നത് ഏതൊക്കെ ഓർഗാനിസംസിനെയാണ്? ഡെസേർട്ടിൽ ക്യാമൽ, കങ്കാരു റാറ്റ് ഒക്കെ ഡെസേർട്ടിലാണ്. അതുപോലെ പോളാർ റീജിയനിലോ പെൻഗിന് പോളാർ റീജിയനിലാണ്. സീയിൽ നമുക്ക് ലാർജ് ഫിഷുകളെയൊക്കെ നമ്മൾക്ക് കാണാം. പിന്നെ പോണ്ടിൽ ചെറിയ ചെറിയ ഫിഷ്, ക്രാബ്സ്, പിന്നെ ഫ്രോഗ്സ് ഒക്കെ അവരുടെയൊക്കെ ഹാബിറ്റേറ്റ് ആണ് പോണ്ട്. പിന്നെ ഫോറസ്റ്റിൽ നമുക്ക് വലിയ വലിയ മൃഗങ്ങൾ, വലിയ വലിയ ആനിമൽസ് ഒക്കെ ഫോറസ്റ്റിലുണ്ടാവും. ആ ഒരു ആനിമൽസിൻ്റെ ഒക്കെ ഹാബിറ്റേറ്റ് ആണ് ഫോറസ്റ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഹാബിറ്റേറ്റ്സ് വരുന്നത്? ഡെസേർട്ട് ഒരു ഹാബിറ്റേറ്റ് ആണ്, പോളാർ റീജിയൻ ഒരു ഹാബിറ്റേറ്റ് ആണ്, സീ ഒരു ഹാബിറ്റേറ്റ് ആണ്, പോണ്ട് ഒരു ഹാബിറ്റേറ്റ് ആണ്, ഫോറസ്റ്റ് ഒരു ഹാബിറ്റേറ്റ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എക്കോസിസ്റ്റം ആണ്. എക്കോസിസ്റ്റം മീൻസ് ആവാസ വ്യവസ്ഥ. An ecosystem is an environment where living and non-living things live in interdependence. ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും പരസ്പരം ഇൻ്റർഡിപ്പെൻഡ് ചെയ്തിട്ട് ഉള്ള ഒരു പരിസ്ഥിതിയെ പറയുന്നതാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കൾ, നോൺ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കൾ. ട്രീസ്, ഫീൽഡ്, പോണ്ട്, സ്ട്രീം, ഹിൽസ്, സീക്രട്ട് ഗ്രോസ്, കാവുകൾ ആർ സ്മോൾ എക്കോസിസ്റ്റം. ഇതിൽ തന്നെ ലാർജ് എക്കോസിസ്റ്റംസും ഉണ്ട്, സ്മോൾ എക്കോസിസ്റ്റംസും ഉണ്ട്. ട്രീയും ഫീൽഡും പോണ്ടും സ്ട്രീം, അതായത് മരങ്ങൾ, പാടങ്ങൾ, കുളങ്ങൾ, അരുവികൾ, മലകൾ, ചെറിയ കാവുകളൊക്കെ സ്മോൾ എക്കോസിസ്റ്റമാണ്. ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്, സീ ആൻഡ് പോളാർ റീജിയൻ ആർ ലാർജ് എക്കോസിസ്റ്റം. ഇതൊക്കെ എന്താണ്? വലിയ എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥയാണ്. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും രണ്ട് പട്ടികയാക്കിയിട്ട് ഞാനിവിടെ തന്നിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. ലിവിങ് തിങ്സ് എന്ന് പറയുന്നത് ജീവനുള്ളവ, നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുന്നത് ജീവനില്ലാത്തവ, അതായത് സ്വയം ചലിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ സ്വയം വളരാത്തത്, അതൊക്കെയാണ് നോൺ ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സിൽ ഉദാഹരണമാണ് പ്ലാന്റ്, ബേർഡ്സ്, കൗ, ലയൺ, ഹെൻ, സ്നേക്ക്, അതായത് ആനിമൽസ്, ബേർഡ്സ് ഒക്കെ. അതിലെങ്ങനെയാണ് പ്ലാന്റ് വന്നതെന്ന് നിങ്ങൾ ആലോചിക്കും. പ്ലാന്റ് ഗ്രോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പ്ലാന്റ് എന്താണ്? ഒരു ലിവിങ് തിങ്സ് ആണ്. നോൺ ലിവിങ് തിങ്സിൽ വരുന്നത് എന്തൊക്കെയാണ്? സൺ, സ്റ്റോൺ, ചെയർ, ടേബിൾ, ബുക്ക്, പെൻ, പെൻസിൽ, ഫ്രൂട്ട്സ് ഒക്കെ നോൺ ലിവിങ് തിങ്സ് ആണ്. അതിനൊന്നും സ്വയം ചലിക്കാനോ വളരാനോ പറ്റില്ല അല്ലേ? പെന്നൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് അവിടുന്ന് അവസ്ഥ മാറുന്നുള്ളൂ. പക്ഷേങ്കിൽ ലിവിങ് തിങ്സ് ആണെങ്കിലോ അത് തനിയെ ഇങ്ങനെ ചലിക്കുന്നുണ്ട്. അതാണ് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും. ഇത് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും നമുക്ക് പ്രകൃതി, നമ്മളൊന്ന് പുറത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ വേറൊരു ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ഇൻ്റർഡിപ്പെൻഡഡ് ആണോ? അതായത് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ഇൻ്റർഡിപ്പെൻഡഡ് ആയിട്ടാണോ കഴിയുന്നത്? അപ്പോൾ ലിവിങ് തിങ്സിന് നോൺ ലിവിങ് തിങ്സ് ആവശ്യമാണ്, അതിന് ഒരു ചെയിൻ, ഒരു കണക്ഷൻ ഉണ്ട്. ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ഷനിലാണ് മുന്നോട്ട് പോകുന്നത്. അതിന് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതാണ് നമ്മുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ആ ഒരു എക്കോസിസ്റ്റം, ആ ഒരു ആവാസ വ്യവസ്ഥയിൽ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും എങ്ങനെയാണ് ഇങ്ങനെ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് അവിടെ കഴിയുന്നത്. അതാണ് അവിടെയാണ് ഒരു, ഇവിടെ നോക്കൂ, ഇതാണ് ആ ഒരു ചെയിൻ. ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ചെയിനാണിത്. സൺ, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്. സൺ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്താണ്? ഒരു നോൺ ലിവിങ് തിങ്സ് ആണ് അല്ലേ? സൺ, ഗ്രാസ്, പിന്നെ വരുന്നത് സണ്ണിന് ആർക്കാവശ്യമാണ്? ഗ്രാസിന് ആവശ്യമാണ്. ഗ്രാസ് എന്താണ്? ഒരു ലിവിങ് തിങ്സ് ആണ് അല്ലേ? അതിന് ഗ്രാസിന് വളരാൻ വേണ്ടിയിട്ട് സൺ ആവശ്യമാണ്. അപ്പോൾ സണ്ണിനെ ഗ്രാസ് ഉപയോഗിച്ചു. ഗ്രാസിന് ആര് കഴിക്കുന്നു? ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു. ഗ്രാസ് കഴിക്കുന്നു. അതൊരു ഫുഡ് ചെയിൻ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് അല്ലേ? പിന്നെ ഗ്രാസ് ഹോപ്പറിന് ഫ്രോഗ് എന്ന് പറഞ്ഞാൽ തവള കഴിക്കുന്നു. അപ്പോൾ ഇതിൽ ലിവിങ് തിങ്സും ഉണ്ട്, നോൺ ലിവിങ് തിങ്സും ഉണ്ട്. സൺ നോൺ ലിവിങ് തിങ്സ് ആണ്, ഗ്രാസ് ഹോപ്പറും ഫ്രോഗൊക്കെ നോൺ ലിവിങ് തിങ്സ് ആണ്. അപ്പോൾ അതിൽ ഇൻ്റർഡിപ്പെൻഡൻസ് വന്നിട്ടുണ്ട്. സെക്കൻഡ് വൺ, ഗ്രാസ്, റാബിറ്റ്, ഫോക്സ്, ലയൺ. ഗ്രാസ് എന്താണ്? ഒരു ലിവിങ് തിങ്സ് ആണ്. റാബിറ്റ്, ഫോക്സ്, ലയൺ ഇതൊക്കെ മൊത്തം ലിവിങ് തിങ്സ് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതിലെന്താണ്? ഗ്രാസിനെ റാബിറ്റ് കഴിക്കും, റാബിറ്റിനെ ഫോക്സ് കഴിക്കും, ഫോക്സിന് ലയൺ കഴിക്കും. ഒരു ഫുഡ് ചെയിൻ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. തേർഡ് വൺ, വേംസ്, ഹെൻ, ഡോഗ്. വേംസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ
വേംസുകളെ ആര് കഴിക്കും? ഹെന്ന് കഴിക്കും. ഹെന്നിനെ ആര് കഴിക്കും? ഡോഗ് കഴിക്കും. പിന്നെ ഫോർത്ത് വൺ സൺ, ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. പിന്നെ അങ്ങനെ അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. സണ്ണ്, ഗ്രാസിന് സണ്ണ് വേണം. ഗ്രാസ് ഹോപ്പർ കഴിക്കും. പിന്നെ ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കും. ഫ്രോഗിനെ സ്നേക്ക് കഴിക്കും. സ്നേക്കിനെ വേറെ ഏതെങ്കിലും ജീവി പിടിക്കും. ആ ജീവിയെ വേറെ ഏതെങ്കിലും കഴിക്കും. അതൊരു ഫുഡ് ചെയിനായിട്ട് ഈ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും മാറിയിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. ലിവിങ് തിങ്സിന് ഉദാഹരണങ്ങൾ എഴുതുക, നോൺ ലിവിങ് തിങ്സിന് ഉദാഹരണങ്ങൾ എഴുതുക, അല്ലെങ്കിൽ ഒരു ഫുഡ് ചെയിൻ ഉണ്ടാക്കുക. ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇത് ചെയിൻ ഉണ്ടാക്കുക. ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണോ, അതിനുള്ള ഉദാഹരണം എഴുതുക. അങ്ങനെയൊക്കെ ആയിരിക്കും എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും. ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ ഈ പാഠത്തിലൂടെ എന്തൊക്കെ പഠിച്ചു? അഡാപ്റ്റേഷൻ, ഹാബിറ്റേറ്റ്, പിന്നെ ലാർജ് എക്കോസിസ്റ്റംസും സ്മോൾ എക്കോസിസ്റ്റംസും, പിന്നെ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും പഠിച്ചല്ലേ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണ്? ഒരു ഡെസേർട്ടാണ്. ഡെസേർട്ട് എന്തിലൊക്കെ പെടുന്നുണ്ട്? ഒരു ലാർജ് എക്കോസിസ്റ്റമാണ്. പിന്നെയോ ഒരു ഹാബിറ്റേറ്റ് ആണ്. ആരുടെ ഹാബിറ്റേറ്റ്? ക്യാമലിൻ്റെ ഹാബിറ്റേറ്റ്. അല്ലെങ്കിൽ ഈ ഒരു ഡെസേർട്ട് എന്ന ഹാബിറ്റേറ്റിൽ ജീവിക്കുന്നതാണ് ആര്? ക്യാമൽ. ഈ ക്യാമലിൻ്റെ അഡാപ്റ്റേഷൻസും പഠിച്ചു. ക്യാമലിൻ്റെ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ക്യാമലിൻ്റെ ഈ ഒരു സ്പെഷ്യൽ ബോഡി ഫീച്ചേഴ്സ് കണ്ടില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ എല്ലാ ഫീച്ചേഴ്സും ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാമലിനെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ബോഡി ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു ഹാബിറ്റേറ്റിൽ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്യാമൽ സർവൈവ് ചെയ്യുന്നത്. കാരണം എന്താണ്? നല്ല ചൂടാണല്ലേ. ആ ചൂടിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ക്യാമലിൻ്റെ ബോഡി ഫീച്ചേഴ്സിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഹാബിറ്റേറ്റിൽ ഈ ക്യാമലിന് ഈ ഒരു അഡാപ്റ്റേഷൻസ് വെച്ചിട്ട് സർവൈവ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കുന്നത്. മനസ്സിലായല്ലോ? പിന്നെ ഉള്ളത് ഇവിടെ കങ്കാരു റാറ്റ് ഉണ്ട്. ഒക്കെ ഈ ഒരു ഡെസേർട്ടിലാണ് വരുന്നത്. അതുപോലെ ഇത് മറ്റൊരു ഹാബിറ്റേറ്റ് ആണ്. എന്ത്? പോണ്ട് അല്ലേ. പോണ്ടിൽ ചെറിയ ചെറിയ ഫിഷുകളൊക്കെ ഉണ്ട്. ഫിഷിൻ്റെ അഡാപ്റ്റേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫിഷിൻ്റെ അഡാപ്റ്റേഷൻസ് അതിന് വെള്ളത്തിൽ കൂടി ഗിൽസ്, ഫിൻസ്, ടെയിൽസ് ഒക്കെയാണ് അതിൻ്റെ അഡാപ്റ്റേഷൻസ്. അതിൻ്റെ ഹാബിറ്റേറ്റാണ് എവിടെ? പോണ്ട്. ഇതൊരു സ്മോൾ എക്കോസിസ്റ്റം കൂടിയാണ്. പോണ്ട് സ്മോൾ എക്കോസിസ്റ്റത്തിൻ്റെ ഉദാഹരണത്തിൽ വരുന്നതും കൂടിയാണ്. പിന്നെ ഈ പോണ്ട് ഹാബിറ്റേറ്റ് ആയിട്ടുള്ളത് ഫിഷിന് മാത്രമല്ല. പോണ്ടിൽ ഉള്ളത് ആരൊക്കെയാണ്? ഫ്രോഗ്, അക്വാട്ടിക് പ്ലാന്റ്സ്, പിന്നെ സ്മോൾ ഓർഗാനിസംസ്, പിന്നെ വാട്ടർ ലില്ലി, ലോട്ടസ്, വേറെ ഫ്രോഗ്. ഇതൊക്കെ പോണ്ടിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ഫിഷിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഒരു പോണ്ട് എന്ന ഹാബിറ്റേറ്റിൽ അതിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് അതിന് ആ ഒരു എൻവയോൺമെൻറ്റിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഈ ഫോറസ്റ്റ് നമ്മൾ പഠിച്ചു. ഫോറസ്റ്റ് മറ്റൊരു ഹാബിറ്റേറ്റാണ്. ലാർജ് എക്കോസിസ്റ്റത്തിൻ്റെ ഉദാഹരണം കൂടിയാണ് ഫോറസ്റ്റ് ഹാബിറ്റേറ്റ് ആയിട്ടുള്ളത് ആർക്കൊക്കെയാണ്? വലിയ വലിയ ആനിമൽസിനാണ് അല്ലേ. ബിഗ് ആനിമൽസ്, ലയൺ, പിന്നെ ഡിയർ, ബിയർ, എലിഫൻറ്റ്, ടൈഗർ, അതൊക്കെ ഫോറസ്റ്റിലാണ് ഉള്ള മൃഗങ്ങൾ. ഫോറസ്റ്റ് ഹാബിറ്റേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു മൃഗങ്ങൾക്കൊക്കെയാണ് അല്ലേ. ഇത് പോളാർ റീജിയൻ ആണ്. പോളാർ റീജിയൻ മറ്റൊരു ഹാബിറ്റേറ്റ് ആണ്. ഇവിടെ ഉള്ളത് പെൻഗ്വിനാണ്. പെൻഗ്വിന് അതിൻ്റെ ബോഡി ഫീച്ചേഴ്സ് എങ്ങനെയുള്ളതാണ്? അങ്ങനെ ഉള്ള ബോഡി ഫീച്ചേഴ്സ് ആയതുകൊണ്ടാണ് ഈ ഒരു ഹാബിറ്റേറ്റിൽ അതിന് സർവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. മഞ്ഞിൻ്റെ ഒരു ഇതിൽ ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു പോളാർ റീജിയണും ലാർജ് എക്കോസിസ്റ്റത്തിൻ്റെ ഉദാഹരണത്തിൽ പെടുന്നതായിരുന്നു. ഇവിടെ പെൻഗ്വിൻ അങ്ങനെയുള്ള ഓർഗാനിസംസ് ആണ് ഉള്ളത്. ഇത് നമ്മുടെ സീ ആണ്. ഇതും ലാർജ് എക്കോസിസ്റ്റം ആണ്. ഇത് മറ്റൊരു ഹാബിറ്റേറ്റ് ആണ്. സീ വലിയ വലിയ ഫിഷുകളൊക്കെ, ഡോൾഫിൻ, സ്റ്റാർ ഫിഷ്, ജെല്ലി ഫിഷ്, ഷാർക്ക് ഒക്കെയാണ് ഈ ഒരു സീയിലുള്ളത്. അതിൻ്റെയൊക്കെ ഹാബിറ്റേറ്റ് ആണ് ഈ ഒരു സീ. ഈ ഒരു സീയും ലാർജ് എക്കോസിസ്റ്റത്തിൻ്റെ ഉദാഹരണങ്ങളിൽ പെടുന്നതാണ്. അത് ചോദിക്കുമ്പോൾ ഈ ഒരു സീയും കൂടെ വരുന്നുണ്ട്. നമ്മൾ പ്രകൃതിയിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഓരോരോ ഓർഗാനിസംസിനെയും പിന്നെ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ഇൻ്റർഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതും പിന്നെ ലാർജ് എക്കോസിസ്റ്റംസും സ്മോൾ എക്കോസിസ്റ്റംസൊക്കെ കാണാൻ വേണ്ടി സാധിക്കും.
ഇവിടെ ഇപ്പോൾ പ്ലാന്റ്സ് ഉണ്ട്. പ്ലാന്റ്സ് സണ്ണിൻ്റെ ഒരു ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പ്ലാന്റ്സ് ഒക്കെ ഗ്രോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ട്രീസൊക്കെ ആരുടെ ഹാബിറ്റേറ്റ് ആണ്? ബേർഡ്സിൻ്റെയൊക്കെ ആനിമൽസാണ് ഈ ഒരു ട്രീസൊക്കെ. അങ്ങനെ ഹാബിറ്റേറ്റ് പഠിക്കാം. പിന്നെ ഓരോന്ന് നോക്കിയാൽ അതിൻ്റെ അഡാപ്റ്റേഷൻസ് മനസ്സിലാവും. ഈ ഒരു ബേർഡ്സൊക്കെ ഈ ട്രീയിൽ നിൽക്കുന്നത്, ഈ ട്രീ അതിൻ്റെ ഹാബിറ്റേറ്റ് ആണ്. അതിൻ്റെ അഡാപ്റ്റേഷൻസ്, അതിൻ്റെ ഫീച്ചേഴ്സ് ആ ഒരു ട്രീയിൽ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് ഇനി അനുകൂലനായിട്ടുള്ളത് ആ ഒരു ട്രീ ആണ്. അതുകൊണ്ടാണ് ബേർഡ്സൊക്കെ ഇങ്ങനെ ട്രീയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്, ഇന്ന് ഞാൻ പഠിപ്പിച്ചത്. ഇനി നമുക്ക് നാളെ പഠിക്കാനായിട്ടുള്ളത് ഓരോ പൊല്യൂഷൻസാണ്. ഇപ്പം നമ്മളിവിടെ കാണുന്ന ഈ മണ്ണും വായു, മണ്ണ്, പിന്നെ ജലം, അതൊക്കെ എങ്ങനെയാണ് മലിനമാകുന്നത് എന്നുള്ളതാണ് നാളെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ മണ്ണൊക്കെ പൊല്യൂഷൻസിനെ പറ്റിയിട്ടാണ്. എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, അതിൻ്റെ കോസസും അതിൻ്റെ കാരണങ്ങളും അത് ഓരോന്നിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതും കൂടെയാണ് നമ്മൾ നാളെ പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.